Hello everyone, I am Fawaz. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ എനാബിൾ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നത്. യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്ന പല ഫീച്ചേഴ്സും നമ്മൾ എനാബിൾ ചെയ്യാറില്ല, പല ഫെസിലിറ്റിയും നമ്മൾ യൂസ് ചെയ്യാറില്ല, പിന്നെ എനാബിൾ ചെയ്യേണ്ട കാര്യങ്ങൾ എനാബിൾ ചെയ്യാതെ അങ്ങനെ പല പല തെറ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പൂർണ്ണമായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കറക്റ്റായിട്ട് കൊടുക്കേണ്ടത്, അത് റെക്കമെൻഡേഷനിൽ വരാനും സജസ്റ്റ് ചെയ്യാനും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫസ്റ്റ് തൊട്ട് നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ അപ്ലോഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആ ഒരു സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്ന വീഡിയോസ് നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പുതിയ യൂട്യൂബർ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതുതായിട്ട് നിങ്ങൾ യൂട്യൂബിലേക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. എന്നിട്ടാണ് നിങ്ങൾ വീഡിയോ അപ്ലോഡിങ്ങിലേക്കും കാര്യങ്ങളൊക്കെ കാണേണ്ടത്. യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ യൂട്യൂബിനും കാര്യങ്ങൾക്കൊക്കെ ചാനലിന് ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ സെർച്ചിങ് കണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ആദ്യം നമുക്ക് ചിലപ്പോൾ സബ്സ്ക്രൈബർ കൗണ്ടോ കാര്യങ്ങളൊന്നും ആദ്യ സമയങ്ങളിൽ ഫസ്റ്റ് തന്നെ വരണമെന്നില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ വളരെ ലോ ആയിട്ടായിരിക്കും നമുക്ക് സബ്സ്ക്രൈബർ കൗണ്ടും ഓഡിയൻസിലേക്കൊക്കെ എത്തുക. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എടുക്കുന്ന ഒരു ചെറിയൊരു ട്രിക്കാണ് നമുക്ക് സെർച്ചിങ് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് സെർച്ചിങ് കണ്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും നല്ല നല്ല ട്രെൻഡിങ് ആയി നിൽക്കുന്ന അല്ലെങ്കിൽ ആളുകൾ കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്ന കണ്ടന്റുകൾ മേക്ക് ചെയ്യാൻ ശ്രമിക്കുക. അത് ഏത് കാറ്റഗറി യൂട്യൂബ് ചാനൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സെർച്ചിങ് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് വേറൊരാൾ ചെയ്ത അതേ ടൈറ്റിൽ തന്നെ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന സമയത്ത് അതേപോലത്തെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം അത് പിന്നീട് നിങ്ങളുടെ ചാനലിനെ ബാധിക്കാനും കോപ്പി റൈറ്റ് വരാനും പല ഇഷ്യൂസുകൾക്കൊക്കെ അത് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ എന്താ, ടൈറ്റിൽ എന്താണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഒരു ബ്രീഫ് തരിക എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മളെ തന്നെ ഓൺഡായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനും ടൈറ്റിൽസൊക്കെ ടൈപ്പ് ചെയ്തിട്ട് നമ്മളെ തന്നെ ഐഡിയാസിൽ വരുന്ന കാര്യങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. മൂന്നാമതായിട്ട് വീഡിയോയിൽ നല്ല എൻഗേജ്മെൻറ്റ് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഒരു വീഡിയോ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് അത് കാണുന്ന വ്യൂവേഴ്സിൻ്റെ എണ്ണം നോക്കിയിട്ടല്ല യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. ആ ഒരു വീഡിയോ എത്ര പേര് കണ്ടു, ആ കണ്ടതിൽ എത്ര പേര് കൂടുതൽ സമയം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ചെക്ക് ചെയ്യുക. വാച്ചിങ് ടൈം കൂടുതലായിരിക്കണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഉഡായിപ്പ് തംബ്ലൈനുകളും അല്ലെങ്കിൽ ഉഡായിപ്പായിട്ടുള്ളൊരു സബ്ജക്റ്റും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് സെക്കൻഡുകൾ കണ്ടിട്ട് തന്നെ അത് സ്കിപ്പ് ചെയ്ത് ഓഡിയൻസ് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രമിക്കുക. നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അതും ലാസ്റ്റ് വരെ ഒരു എൻഗേജ്മെൻറ്റ് അതിൽ വെക്കാൻ ശ്രമിക്കുക. വീഡിയോ അപ്ലോഡിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം യൂട്യൂബ് ചാനലും കാര്യങ്ങളും ചെയ്തിട്ട് കാര്യമില്ല, അതിൽ വീഡിയോസും കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യുള്ളൂ, അതിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് യൂട്യൂബ് നേരെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ടൊരു വീഡിയോയുടെ ഐക്കൺ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ക്രിയേറ്റ് എന്നുള്ള ഐക്കൺ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലോഡ് വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതങ്ങ് ക്ലിക്ക് ചെയ്യുക. പലർക്കും കമ്പ്യൂട്ടറിൽ നമ്മൾ കാണിച്ചു തരുമ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ, ചിലപ്പോൾ മൊബൈൽ ഫോൺ മാത്രമുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ കമ്പ്യൂട്ടറിൽ പറയുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിനായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ക്രോം ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലായിട്ടൊരു 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് കുറച്ച് താഴെയായിട്ട് നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് മോഡ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിലങ്ങ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടറിൽ കാണിക്കുന്ന എന്തെല്ലാമാണോ അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് സൂം ചെയ്തിട്ടും സൂം ഔട്ടൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എവിടെയാണ് പോവേണ്ട ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം.
എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ വേർഷൻ കാണിച്ചു തരാൻ കാരണം എപ്പോഴും നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് അധികമായിട്ട് കിട്ടും, ഒരുപാട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. മൊബൈൽ ഫോണിൽ അതിന് പരിധിയുണ്ട്. നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ ചെയ്യുമ്പോൾ ഒരുപാട് പരിധിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്രോമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മൊബൈൽ ഫോൺ മാത്രമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നിങ്ങൾ അപ്ലോഡ് വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ഇവിടെ സെലക്ട് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതങ്ങ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫയൽ ഏതാണോ, വീഡിയോ ഫയൽ ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് അപ്ലോഡിങ് ആവുന്നതിൻ്റെ ആ ഒരു പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് ലോഡായി ഫുൾ ആയതിനു ശേഷമാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇവിടെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ എന്താണോ അതിൻ്റെ ടൈറ്റിൽ നിങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നിങ്ങളുടെ വീഡിയോ ഒരു ഓഡിയൻസ് കാണുന്ന സമയത്ത് ആദ്യം തംബ്ലൈൻ ആണ് കാണുക. പിന്നെ താഴത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് ടൈറ്റിലാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുക. ഈ ടൈറ്റിലാണ് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുന്നതും സജസ്റ്റ് ചെയ്യുന്നതും സെർച്ചിങ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതും അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻ ഈ ഒരു ടൈറ്റിലുണ്ട്. അപ്പോൾ ടൈറ്റിൽ നമ്മൾ വളരെ ഷോർട്ടായിട്ടും എന്താണോ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ആ കണ്ടൻറ്റ് വളരെ ഷോർട്ടായിട്ട് ടൈറ്റിൽ കൊടുക്കാൻ ശ്രമിക്കുക. ആദ്യം നിങ്ങൾ ഇംഗ്ലീഷ് കൊടുക്കുക, അതിനുശേഷം നിങ്ങൾക്ക് മലയാളം വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും കാര്യങ്ങൾ യൂട്യൂബിലെ അധിക ആളുകളും മലയാളത്തിൽ ഒരിക്കലും സെർച്ച് ചെയ്യാറില്ല, ഇംഗ്ലീഷിലാണ് സെർച്ച് ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആദ്യം ഫുള്ളായിട്ട് നമ്മൾ മലയാളമാണ് കൊടുത്തത് അല്ലെങ്കിൽ തമിഴാണ് കൊടുത്തത്, ഏത് ലാംഗ്വേജ് ആണോ നമ്മൾ കൊടുത്തത് അത് ഒരിക്കലും സെർച്ചിങ്ങിൽ വരില്ല. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ റെക്കമെൻഡേഷനിലും സെർച്ചിങ്ങിൽ പെട്ടെന്ന് നമ്മളത് മുകളിൽ വരാനും സാധ്യതയുണ്ട്. അപ്പം നല്ല യുണീക്കായുള്ള നല്ലൊരു അട്രാക്റ്റീവായുള്ള ടൈറ്റിൽസ് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കും. രണ്ടാമതായിട്ട് ഡിസ്ക്രിപ്ഷനാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്. ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് താഴ്ഭാഗത്തായിട്ട് എന്താണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പർച്ചേസിങ് ലിങ്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫുഡിൻ്റെ എന്തെങ്കിലും മാറ്റേഴ്സും കാര്യങ്ങളും എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്, അങ്ങനെ ഏതൊരു കാറ്റഗറി ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള സോഷ്യൽ മീഡിയാസിൻ്റെ ലിങ്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ്റെ ഏരിയയിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ആഡ് ചെയ്താലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടൻറ്റോ കാര്യങ്ങളോ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷനിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവരെന്താണ് സെർച്ച് ചെയ്യാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പിന്നീട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള തംബ്ലൈനാണ്. തംബ്ലൈനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായുള്ള കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ സൈസ് എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു പൂർണ്ണമായുള്ള ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കി തംബ്ലൈന് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് വളരെ ഷോർട്ടായുള്ള ഹെഡിങ്ങും അതുപോലെ തന്നെ ക്രിയേറ്റീവായുള്ള അട്രാക്റ്റീവായുള്ള കാര്യങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ആദ്യം തന്നെ നമ്മുടെ ഓഡിയൻസ് കാണുന്നത് തംബ്ലൈൻ എന്ന് പറഞ്ഞുള്ള പോർഷനാണ്. അപ്പോൾ ആ ഒരു ഭാഗം കണ്ട് തംബ്ലൈന് കറക്റ്റ് ആയാൽ മാത്രമേ നമ്മുടെ വീഡിയോയിലേക്ക് ഓഡിയൻസ് വരികയുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ തംബ്ലൈൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും. തംബ്ലൈൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വെരിഫൈ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഒരു ഇൻ്റർഫേസ് വരിക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രി നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓട്ടോമാറ്റിക്കലി തന്നെ വരും, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കോൾ വോയിസിലൂടെയാണോ അതോ വെരിഫിക്കേഷൻ കോഡിലൂടെയാണോ ടെക്സ്റ്റ് മെസ്സേജിലൂടെയാണോ വേണ്ടത് എന്നുള്ളത് ചോദിക്കും. അപ്പം നമ്മൾ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇവിടെ താഴെയായിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കുക. ഇങ്ങനെ സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP മെസ്സേജ് വരും. അത് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈഡ് ആയി. ഇങ്ങനെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് 15 മിനിറ്റിലധികമുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും തംബ്ലൈനുകൾ ആഡ് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത് വെരിഫൈ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റം മെയ്ഡായുള്ള തംബ്ലൈന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്ലോഡ് തംബ്ലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കസ്റ്റം ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏത് ഫയലാണോ അത് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓട്ടോ ജനറേറ്റ് ചെയ്ത് വരുന്ന തംബ്ലൈൻസും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതായത് വീഡിയോയിൽ ഏതെങ്കിലും പോർഷൻസ് വേണമെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ഇവിടെ പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻസ് ആണുള്ളത്. പ്ലേ ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മളൊരു ട്യൂട്ടോറിയൽസ്
ടൂട്ടോറിയൽസ് അല്ലെങ്കിൽ പാർട്ട് വീഡിയോസുകൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് 1 by 1 ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് പ്ലേ ലിസ്റ്റുകൾ ഉപകാരപ്പെടും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ യൂട്യൂബിൻ്റെ ട്യൂട്ടോറിയലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഗൈഡ്, യൂട്യൂബ് മേക്കിംഗ്, യൂട്യൂബ് ടിപ്സ്, അങ്ങനെ നമുക്ക് പറഞ്ഞിട്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പ്ലേ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ ഫോൾഡറുകളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പ്ലേ ലിസ്റ്റുകൾ അതേ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാം. പല സ്ഥലങ്ങളിലും നമ്മളെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യാനും പലപ്പോഴും നമ്മുടെ ഓഡിയൻസിന് പെട്ടെന്ന് നമ്മുടെ മറ്റുള്ള വീഡിയോസൊക്കെ സീരിയസ് ബൈ ആയിട്ട് കാണാനും ഏറ്റവും കൂടുതൽ നല്ലതാണ് പ്ലേ ലിസ്റ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ പ്ലേ ലിസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ന്യൂ പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് പബ്ലിക് എന്നും അതുപോലെ പ്രൈവറ്റ് എന്നും അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ സാധിക്കും. പബ്ലിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നിങ്ങളുടെ പ്ലേലിസ്റ്റ് കാണാം. ഈ പ്ലേലിസ്റ്റ് കാണുന്ന എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനലിൻ്റെ ഇവിടെയായിട്ട് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓഡിയൻസ് നിങ്ങളുടെ ചാനലിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ പ്ലേലിസ്റ്റിലുള്ള എല്ലാ വീഡിയോസും ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ അവർക്ക് നെക്സ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പബ്ലിക് എന്ന് കൊടുത്താൽ എല്ലാവർക്കും കാണാം. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഫോൾഡർ ബൈ ആയിട്ട് നമുക്ക് തന്നെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യുന്നവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക, അതിനുശേഷം ക്രിയേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യുന്ന സമയത്തും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. അതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ ടിക്ക് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഡൺ എന്ന് കൊടുത്താൽ മതി. താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഡിയൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇത് പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു സംഭവമാണ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഇത് കോപ്പ എന്ന ലോ പ്രകാരമാണ് ഇങ്ങനൊരു ഫെസിലിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ മെയ്ഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണോ അതല്ല മറ്റുള്ള ഏജിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അധിക വീഡിയോസും കിഡ്സിന് വേണ്ടിയിട്ടുള്ളതല്ലായിരിക്കും. അങ്ങനെ കിഡ്സിന് വേണ്ടിയിട്ടതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ താഴെയായിട്ട് ഏജ് സെലക്ട് ചെയ്യാതെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതായത് 18 വയസ്സുള്ളവർക്ക് കാണാൻ പറ്റുന്ന വീഡിയോ ആണോ അല്ല അവർക്കത് ബ്ലോക്ക് ചെയ്യണോ എന്നുള്ള 2 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മേക്ക് ചെയ്യുന്ന അധിക വീഡിയോസും അങ്ങനെയുള്ള 18 വയസ്സിന് മുകളിലുള്ളവർക്കും അല്ലാത്തവർക്കും കാണാൻ പറ്റുന്ന വീഡിയോസ് തന്നെ ആയിരിക്കും. അതല്ലാത്ത പക്ഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെക്ഷൽ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന വീഡിയോസോ അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് യെസ് എന്ന് കൊടുക്കേണ്ടി വരും. അല്ലാത്ത എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഇവിടെ നമുക്ക് മോർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ പെയ്ഡ് പ്രൊമോഷൻ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പെയ്ഡ് എമൗണ്ട് വാങ്ങിച്ചിട്ടാണ് ഒരു ബ്രാൻഡിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ എനാബിൾ ചെയ്ത് കൊടുക്കുക എന്ന് ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാരണം നമുക്കത് പിന്നെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് യൂട്യൂബ് വെരിഫൈ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വീഡിയോ റിമൂവ് ചെയ്യാനും നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് കിട്ടാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. നിങ്ങളുടെ വീഡിയോ പ്ലേ ചെയ്യുന്ന ഒരു ഏകദേശം ഒരു 5 സെക്കൻഡ് ടു 10 സെക്കൻഡ് ഉള്ളിലായിട്ട് അവിടെ താഴെയായിട്ട് പെയ്ഡ് പ്രൊമോഷൻ എന്ന് എഴുതി കാണിക്കുമെന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ, വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ താഴെയായിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടാഗ്സ് എന്ന് പറഞ്ഞത്. നമ്മൾ ടാഗുകൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്ത് കണ്ടന്റ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ടാഗുകൾ പല തരത്തിൽ നമ്മൾ ആഡ് ചെയ്യുക. ഈ ടാഗ് യൂസ്ഫുൾ ആവുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ ഒരു വീഡിയോനെ കുറിച്ച് ഒരാൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടാഗുകളൊക്കെ ആ സെർച്ചിങ്ങിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെക്കമെൻഡിൽ നമ്മളത് തന്നെ മുകളിൽ വരാൻ ഈ ഒരു ടാഗുകൾ സഹായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടാഗുകൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ വരാൻ നമ്മൾ അതേ കാറ്റഗറിയിലുള്ള ഏറ്റവും റീച്ച് കൂടുതലുള്ള ഏതെങ്കിലും വീഡിയോസ് ഇപ്പോൾ നിലവിൽ ട്രെൻഡിങ്ങിലായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് നമ്മളെ വീഡിയോസ് റെക്കമെൻഡേഷനും സജസ്റ്റ് ചെയ്യാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടാഗുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ടാഗുകളും കാര്യങ്ങളും ഇതുപോലെ തന്നെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിന് താഴെയായിട്ട് ഇതിലൊന്നും നിങ്ങൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് സബ്ടൈറ്റിൽസ് ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ വീഡിയോ മലയാളമാണെന്നുണ്ടെങ്കിൽ താഴെയായിട്ട് നമ്മുടെ വീഡിയോൻ്റെ താഴെയായിട്ട് ഇപ്പോൾ നമ്മൾ മൂവി കാണുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ പല വീഡിയോസും കാണുന്ന സമയത്ത് താഴ്ഭാഗത്തായിട്ട് കണ്ടിട്ടുണ്ടാവും നമ്മൾ പറയുന്ന വേർഡ്സൊക്കെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ എഴുതി കാണിക്കുന്നത്. എല്ലാ
എല്ലാവർക്കും വീഡിയോ ചിലപ്പോൾ സബ് ടൈറ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒരു സബ് ടൈറ്റിൽ മേക്ക് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അതിൻ്റെ ടൈമിങ് കറക്റ്റായിട്ടും അതുപോലെ തന്നെ മലയാളമാണെങ്കിലും ഏത് ലാംഗ്വേജ് ആണെങ്കിലും അതൊരു മറ്റൊരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുമാത്രമല്ല ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ സബ് ടൈറ്റിൽ എന്നുള്ളത്. ഒരു 5 മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ 10 മിനിറ്റ് വീഡിയോ ഒക്കെ നമ്മൾ സബ് ടൈറ്റിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണം, അത് കണ്ടുപിടിക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളൊക്കെ വീഡിയോസിൻ്റെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒരു സബ് ടൈറ്റിൽ ഉണ്ടാക്കാം, ആ സബ് ടൈറ്റിൻ്റെ ഫയൽസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാലും നമ്മുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. പിന്നെ താഴെയായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോർമലായിട്ട് ചെയ്താൽ മതി. പിന്നെ അഡീഷണൽ ആയിട്ട് ബേസിക് അല്ലാത്ത അഡീഷണൽ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീഡിയോ കാറ്റഗറി ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാ കാറ്റഗറീസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറി സെലക്ട് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ഇവിടെ ഒന്നും നിങ്ങൾ ചെയ്യാനില്ല. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് എൻഡ് സ്ക്രീൻ എന്നും ആഡ് കാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, അപ്ലോഡിങ് സമയത്ത് ചെയ്യേണ്ട, പിന്നീട് ചെയ്താൽ മതി. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. സേവ് ഓർ പബ്ലിക് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്പോട്ടിൽ പബ്ലിക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പബ്ലിക് എന്നുള്ള സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ അൺലിസ്റ്റഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അൺലിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ലിങ്ക് നമുക്ക് ആർക്കൊക്കെയാണോ അയച്ചു കൊടുക്കുന്നത് അവർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ലെവലിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി പ്രൈവറ്റ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ലിങ്കോ കാര്യങ്ങളോ ഒന്നും ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല, നമുക്ക് മാത്രം ആ വീഡിയോ കാണാൻ സാധിക്കും. പിന്നെ നമുക്കിവിടെ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കായി തന്നെ അലാറം പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സമയമാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക് തന്നെ ഇത് പബ്ലിക്കിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഡേറ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ സമയം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഏത് സമയത്താണ് ഇത് പബ്ലിക് ആക്കേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാൻ സാധിക്കും. പ്രീമിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പബ്ലിക് ആകുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ പോകും. നമ്മളെ തംബ്നെയിലും വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകും. പക്ഷേ ആളുകൾക്ക് വീഡിയോ കാണാൻ സാധിക്കില്ല. നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തുള്ള ഈ ഒരു ഡേറ്റും ഈ ഒരു സമയത്തും മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ ഒരു ഡബിൾ നോട്ടിഫിക്കേഷൻ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീമിയർ ചൂസ് ചെയ്യുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റിമൂവ് ചെയ്തേയും കളയുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഇപ്പോൾ ഷെഡ്യൂളാണ് ചെയ്തെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ കാണും. ഇനി അതല്ല നമ്മൾ പബ്ലിക്കാണ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇവിടെ പബ്ലിക് എന്നുള്ള ഓപ്ഷൻസും കാണും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ അൺലിസ്റ്റഡ് ആണ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ലിങ്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിലൊക്കെ സെറ്റ് ചെയ്യാം. ഇനി ഇത് ക്ലോസ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതും പബ്ലിക് ചെയ്തിട്ടുള്ളതും അൺലിസ്റ്റഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും കോപ്പിറൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ അപ്ലോഡ് ചെയ്ത ഡേറ്റ്, കാര്യങ്ങൾ, കിട്ടിയ വ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ നിങ്ങൾക്ക് കമൻസ് എത്ര വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പെർസെൻറ്റേജ്, കാര്യങ്ങൾ, എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെയൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. പുതുതായിട്ട് നമ്മൾ യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളൂ. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതലായിട്ട് നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ചാനൽ കുറച്ചൊക്കെ ഗ്രോ ആയി കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ പുതുതായിട്ട് വരുന്ന യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. യൂട്യൂബിൽ ഒരുപാട് ഓപ്ഷൻസ് ഇനിയും നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് വൈ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് തൊട്ട് നിങ്ങൾ എല്ലാ പാർട്ടും കാണാൻ ശ്രമിക്കുക. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഒന്ന് കണ്ടതിന് ശേഷം രണ്ടാമത്തേത് കാണുക, മൂന്നാമത്തേത് കാണുക. അങ്ങനെ കണ്ടുപോയി കഴിഞ്ഞാൽ യൂട്യൂബിനെ കുറിച്ച് ഫുള്ളായിട്ട് നിങ്ങൾക്കൊരു ധാരണ വരും. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഓപ്ഷൻസ് എഡിറ്റർ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കമൻറ്റ് ഫിൽറ്റർ ഓപ്ഷൻസ് ഉണ്ട്, മോണിറ്റൈസേഷൻ, സബ് ടൈറ്റിൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായി പോയി കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് നല്ലൊരു ബ്രാൻഡായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ചാനലായിട്ട് യാതൊരു തെറ്റുകളോ കാര്യങ്ങളോ ഒന്നും അല്ലാത്ത സെക്യൂർ ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചാനൽ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക, നന്നായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.